പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മോളി. അമ്മിണിയമ്മയുടെ ഏറ്റവും ഇളയ സഹോദരിയാണ് ഞാൻ. ഞങ്ങൾ 8 സഹോദരങ്ങളിൽ ഏറ്റവും മൂത്ത സഹോദരിയാണ് ഞങ്ങളുടെ അമ്മിണിയമ്മ. ഞങ്ങളിളയ സഹോദരങ്ങളായി ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ സഹോദരിയുടെ വേർപാടിൽ ഞങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ട്. എന്നാൽ തൻ്റെ വേല തികച്ച് ഓടി താൻ നിത്യതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ പൊൻപുലിയിൽ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നു. തൻ്റെ മകൾ ഒരു വലിയ പ്രാർത്ഥന പോരാളിയായിരുന്നു, ഒരു വിശ്വാസത്തിൻ്റെ വീരയായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കിവിടെയും അമേരിക്കയിൽ കടന്നു വന്ന് ഞങ്ങളോട് ആയിരിക്കാനും സന്തോഷിപ്പാനും ഞങ്ങൾക്ക് സഞ്ചരിപ്പാനും എല്ലാം ഞങ്ങൾക്കിടയാക്കിയതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും അമേരിക്കയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായാധിക്യത്തിലായി തനിച്ചായിരുന്നപ്പോൾ അമ്മിണിക്കച്ചമ്മ വളരെ ത്യാഗം സഹിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്തു, ശുശ്രൂഷിച്ചു. അത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതിൻ്റെ പ്രതിഫലം എന്ന പോലെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ച അമ്മിണിക്കച്ചമ്മയുടെ പ്രായാധിക്യത്തിൽ അമ്മിണിക്കച്ചമ്മയുടെ എല്ലാ മക്കളും കൊച്ചുമക്കളും വളരെ തൻ്റെ മകളെ സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും മരുമക്കളും അതുപോലെ എല്ലാവരും ഒരുപോലെ ചെയ്യുന്നത്, എൻ്റെ മകളെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയാക്കി. അതിന് ഞങ്ങളെല്ലാവരും നന്ദിയുള്ളവരാണ്. തൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും തന്നെ വിശ്വാസത്തിൽ വീരനായി നിന്ന് അന്ത്യം വരെ പിടിച്ചു നിന്ന് തൻ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നതിനാൽ ഒരു പ്രാവശ്യം ഇവിടെ ദിവസം ഞാൻ നന്ദിയുള്ളവളാണ്. ഈ സമയത്ത് തൻ്റെ കൊച്ചുമക്കളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങൾ സഹോദരങ്ങളായി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപോലെ ദുഃഖവും അനുശോചനവും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ കസിൻസ് ഇവിടെ ഉള്ള അനേകരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുശോചനം അറിയിക്കണമെന്ന്. എല്ലാവരുടെയും നാമത്തിൽ കുടുംബത്തോടെ ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു. താങ്ക് യു. പൂവാളിലെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൊച്ചുമക്കളിൽ ഒരാളാകുവാൻ ദൈവം ഭാഗ്യം തന്നു. പൂവാളിലെ അമ്മച്ചിയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പായും തലയിലിടുന്ന തോർത്തുമാണ്. അതിരാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന അമ്മച്ചിയെ ഇന്നെന്ന വണ്ണം ഞാൻ നന്നായി ഓർക്കുന്നു. കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ഒരപ്പച്ചൻ സ്വർഗത്തിലുണ്ടെന്ന് കാണിച്ചു തന്ന അമ്മച്ചി, തറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ വളരെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ അമ്മച്ചി, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരില്ലെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ അമ്മച്ചി, മനോരമ പത്രം വായിക്കും മുന്നേ ദൈവവചനം വായിച്ച് ധ്യാനിച്ചിരുന്ന ഞങ്ങളുടെ അമ്മച്ചി, ഏത് രാജ്യത്ത് പോയിരുന്നാലും സഭായോഗങ്ങൾ മുടക്കാതിരുന്ന ഞങ്ങളുടെ അമ്മച്ചി, 9 കൊച്ചുമക്കളുടെ നല്ല നാളേക്കായി വളരെ പ്രായാധിക്യത്തിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഞങ്ങളുടെ അമ്മച്ചി, കൊച്ചുമക്കളുടെ 9 മക്കളെ കാണുവാൻ ദൈവം അവസരവും ഭാഗ്യവും കൊടുത്തു. അമ്മച്ചിയുടെ ഇഷ്ടമുള്ള പാട്ടിലൊന്നായിരുന്നു എൻ്റെ സങ്കേതവും ബലവും. വേദനയില്ലാത്ത, നിന്ദകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ സങ്കേതത്തിലേക്ക് അമ്മച്ചി ചെന്ന് ചേർന്നു. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ ഞങ്ങളുടെ അമ്മച്ചിയെ കൊച്ചുമക്കളായ ഞങ്ങളെല്ലാവരും കാണും. അതിനായി ഞങ്ങളെ തന്നെ ഞങ്ങൾ ഒരുക്കുന്നു. റെസ്റ്റ് ഇൻ പീസ് അമ്മച്ചി. I want to take a moment and express my gratitude for Omni Auntie and the life she lived. Omni Auntie was the family's eldest daughter and took care of the family so much, especially of Uppachin when he was alive. I just want to say, although I was not able to spend a lot of time with Omni Auntie, being that I'm in the USA, and she's in India, but when I was able to go to India, I was able to spend time with Omni Auntie. That includes most recently, back in July,
a few months back, I was able to see Omni Auntie, spend time with her, and she was able to meet my wife and my kids. My kids were able to see her. It's very sad that Omni Auntie is no longer with us, but I take comfort to know that she's with my mother now in heaven, and they both. She's with my mom now in heaven, and with their parents, with all of them now in God's presence with Jesus. So thank God for the life that Omni Auntie lived, and may her life be a blessing to us all. God bless Omni Auntie, and peace be with her. This is Bina, Amniama's niece, Kunimo's daughter. Me and my family, me, Dennis, Braden, and Daniel, wanted to offer our sincere condolences to Amniama's children and grandchildren and the entire family. Amniama was a God-fearing woman. I'm so happy the last time I went to India a few years ago that we got to visit her. When we visited her, she was so happy. She started crying when she saw us. And I know that she did that with everybody. She was a very God-fearing woman. And I hope that you find peace and comfort to know that she was a faithful, prayerful person, and she's now in God's hands, and that she's suffering no more. I know that she is in heaven right now with her Heavenly Father, with her parents, with my mommy, with Chinema, all of her family. When you lose your mother, it's very difficult. I still grieve for my mother, so I pray for everybody's peace and comfort. And please know that she's now in a better place with our Heavenly Father, and one day that we will see her again. Our sincere condolences. We love you all. Thank you. ഞാൻ കളത്തൂരെ കുഞ്ഞുമോൻ അഥവാ തോമസ് കെ വർഗീസ് ഫ്രം ഹ്യൂസ്റ്റൺ ടെക്സസ് USA. ഡിപ്പാർച്ചർ ഈസ് ഓൾവേസ് ലെമൻറ്റീവ്. വേർപെടൽ എപ്പോഴും വേദനാജനകമാണ്. ദിവംഗതയായ അമ്മിണിക്കൊച്ചമ്മ എൻ്റെ സെക്കൻഡ് കസിനാണ്. എന്നാൽ ഞങ്ങളുടെ ആത്മബന്ധങ്ങൾ വളരെ അടുത്തതും. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കൊച്ചമ്മയെ ഓർമ്മിക്കുന്നു. ശാന്തതയും സൗഹൃദവും ഒന്നുചേർന്ന് ഇണങ്ങിയ ആ സുന്ദര മുഖം മനസ്സിൽ നിന്നും മായ്ക്കാനാവില്ല. കൊച്ചമ്മയുമായി ഇടപെട്ടിട്ടുള്ള സന്ദർഭങ്ങളെ ഓർക്കുമ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം, കൊച്ചമ്മയുടെ സംസാരത്തിൽ ഒരിക്കലും മൂത്ത സഹോദരി എന്ന ബന്ധത്തിൻ്റെ ബലമോ ശക്തിയോ അല്ല, സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു സ്പർശനമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. മിക്ക ജീവിതങ്ങളും പണവും സമ്പാദ്യങ്ങളും സ്വരുക്കൂട്ടാനുള്ള തത്രപ്പാടിൽ തനിക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ദൈവ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാനും പ്രവൃത്തിപഥത്തിലെത്തിക്കാനും മറന്നുപോകുന്നു. എന്നാൽ സ്നേഹാധിഷ്ഠിതമായ ധാർമ്മികതയെ മുറുകെ പിടിച്ചുള്ള അമ്മിണിക്കൊച്ചമ്മയുടെ ആ ശബ്ദരഹിതമായ ഒരു പൂ വിടർന്ന് പരിലസിച്ച് കൊഴിഞ്ഞു പോകുന്നത് പോലുള്ള ഒരു ജീവിതം ഒരു മാതൃകയായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ലോകത്തെ നിലനിർത്താൻ സ്നേഹവും കരുണയും അന്യോന്യം കരുതലുമുള്ള ഒരു തലമുറ തന്നോട് തന്നെയും മറ്റുള്ളവരോടും ഈ ലോകത്തോട് തന്നെയും കടപ്പെട്ടിരിക്കുന്നു. വിദ്വേഷവും സ്വാർത്ഥതയും തീണ്ടാതെ സ്നേഹം പങ്കുവെച്ചുള്ള അമ്മിണിക്കൊച്ചമ്മയുടെ ജീവിതം നമുക്ക് ഒരു മാർഗദർശകമാവുകയാണ്. പറക്കാൻ ചിറകില്ലാത്ത പുഷ്പങ്ങൾക്ക് വേണ്ടി പൂമ്പൊടിയും പരാഗങ്ങളും അന്യോന്യം കൈമാറി ഭൂമിയെ മനോഹരമാക്കുന്ന സ്വാതുറ്റ തേൻതുള്ളികളെ മറ്റുള്ളവർക്കായി സംഭരിച്ചു വയ്ക്കുന്ന, ആരെയും കുത്തി നോവിക്കാത്ത ഒരു തേനീച്ചയെപ്പോലെ ജീവിച്ച അമ്മിണിക്കൊച്ചമ്മയ്ക്ക് അന്ത്യാഭിവാദം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എന്നാൽ ഈ നല്ല ജീവിതത്തിൻ്റെ ചുവർചിത്രങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും മായുകയില്ല എന്നുകൂടി ഓർക്കണം. നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കുരുവിള ഹ്യൂസ്റ്റണിൽ നിന്ന് ദുഃഖിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും ആശ്വാസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡെത്ത് ഫോർ ദ സെയിൻസ് ഈസ് ദ ഗേറ്റ് ഓഫ് ജോയ്. ഹർ ലെഗസി ഈസ് ഓൾവേസ് റിമെമ്പറബിൾ. കണ്ടോലൻസസ്
from Kuruvula and family from Houston. ഇതിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അമ്മണിക്കച്ചമ്മയുടെ വേർപാടിൽ അതിയായ ദുഃഖമുണ്ടെങ്കിലും 2 വാക്ക് പറയാനായിട്ട് വേദനയോടുകൂടി 2 വാക്ക് പറയുന്നു. എൻ്റെ അമ്മണിക്കച്ചമ്മ എനിക്ക് അമ്മയായിരുന്നു. കാരണം ഞാൻ ഉണ്ടായപ്പം മുതൽ അമ്മണിക്കച്ചമ്മ പഠിത്തം നിർത്തി എന്നെ നോക്കുകയായിരുന്നു. എൻ്റെ അമ്മയിൽ നിന്നും, എൻ്റെ വല്യമ്മച്ചിയിൽ നിന്നും, എൻ്റെ അമ്മയിൽ നിന്നും, എൻ്റെ അമ്മണിക്കച്ചമ്മയ്ക്ക് ലഭിച്ച ദൈവസ്നേഹത്തിൽ അമ്മണിക്കച്ചമ്മ വളർന്ന് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത് ഉറപ്പും ധൈര്യവും ഉള്ളവളായി ജീവിച്ച് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ കരങ്ങളിൽ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളായ ഞങ്ങൾക്ക്, മക്കളായ നിങ്ങളും കൊച്ചുമക്കളും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും അമ്മണിക്കച്ചമ്മയെ ദൈവസന്നിധിയിൽ പോയി കാണുവാനും സന്തോഷിക്കുവാനും ദൈവം എല്ലാവരും ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ഞാൻ അമ്മണിക്കച്ചമ്മയുടെ കൊച്ചാങ്ങള തമ്പിയുടെ വൈഫ് ദീനാമ്മയാണ്. ഞങ്ങൾ അമ്മണിക്കച്ചമ്മയുടെ ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് സമയം ഞങ്ങൾ വീഡിയോ കൂടെ കണ്ടു. ആ സമയത്ത് തമ്മിച്ചായനും അമ്മണിക്കച്ചമ്മയുടെ അടുത്തിരിക്കാൻ ഉള്ള ഭാഗ്യം ദൈവം കൊടുത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോഴൊക്കെ അമ്മണിക്കച്ചമ്മയുടെ ആ സ്നേഹവും കരുതലും ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചവരാണ്. ലിൻസി നീനയും ഇന്നും പറഞ്ഞു അവരുടെ ചെറുപ്പത്തിൽ അമ്മണിക്കച്ചമ്മയുടെ പ്രാർത്ഥനയും പാട്ടും അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതൊക്കെയും അവരിന്നും ഓർത്ത് ഇന്നും പറഞ്ഞു. നാട്ടിൽ ചെല്ലുന്നപ്പോൾ അമ്മണിക്കച്ചമ്മയ്ക്ക് മേലാതായപ്പോൾ മുതൽ അമ്മണിക്കച്ചമ്മയുടെ മക്കൾ അമ്മണിക്കച്ചമ്മയെ നോക്കി പരിപാലിക്കുകയൊക്കെ ചെയ്തത് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ പരിപാലനത്തിനും സ്നേഹത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അവർ തന്നെയാണ് അച്ഛനെ നോക്കിയത് ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട്. ദൈവം തമ്പുരാന് അമ്മണിക്കച്ചമ്മയുടെ ഈ ലോകത്തിലെ വേലയൊക്കെ തികച്ച് ദൈവസന്നിധിയിൽ അമ്മണിക്കച്ചമ്മയെ വിളിച്ച് ചേർത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. Hello, this is Lindsay and Lena. We are Amani Amma's youngest brother Thambi's daughters. We just wanted to send a message of send love to everyone in India. Amani Amma was Daddy's oldest sister, and we have very great memories of her. We got to spend a lot of time with her, and she taught us a lot about praying and God's love and the love that she had for her family. We saw that in the way she watched over our grandmother and our grandfather. She also was able to come to America and spend some time with us. And so we have great memories of her. We know that she lived a nice, beautiful, long life and was surrounded with her family, with her children and grandchildren at the last phase of in her life. And we know that she's in heaven with her family and rejoicing and we know that God's love is there to keep everyone there, to give comfort to everyone there. We are sending our love and keeping everybody there in our prayers. Sending our love and condolences. We love you, Amani Amma. Just wanted to thank God for all of his mercies and grateful for the memories that we have of you. Love you.